നേരത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ബാംഗ്ലൂരിൽ, അത് കഴിഞ്ഞ് ചെന്നൈ, മദ്രാസ്, അത് കഴിഞ്ഞ് കൽക്കത്ത എന്നിവിടങ്ങളിൽ പോയെങ്കിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തന്നെ അദ്ദേഹം ഒരു വിദ്വാനായി മാറിക്കഴിഞ്ഞു. 1907 വീണ പൂജ രചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കയ്യെഴുത്ത് പ്രതികളും ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. വരും തലമുറയ്ക്ക് ഗവേഷണം നടത്താൻ വേണ്ടിയുള്ള അദ്ദേഹം തുറന്നു വെച്ചതായിരുന്നു ആ ഒരു കയ്യെഴുത്ത് പ്രതി. 2007 വീണപൂ എന്ന ഖണ്ഡകാവ്യം അദ്ദേഹം എഴുതി തീർത്തപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉടനീളം 7 വർഷത്തോളം ഒരു ഡയറി അദ്ദേഹം കൂടെ കൊണ്ടുപോകുമായിരുന്നു. 7 വർഷക്കാലം ആ ഡയറിയിൽ യാത്രയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തിരുത്തി കുറിക്കി, വെട്ടിത്തിരുത്തി 7 വർഷത്തിന് ശേഷമാണ് വീണപൂവ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അത് നമ്മൾക്ക് ഇന്നും കാണാം, ഇന്നും റിസർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ നിന്നുള്ള ഓരോ കൃതികളും എടുത്തു നോക്കി കഴിഞ്ഞാൽ സ്വീ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഇത്രയധികം കാവ്യരചനയിലൂടെ ഒരു സങ്കല്പം പോലും നമ്മളുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ.